ഹലോ ഹായ്. ഇന്ന് ഞാൻ പറയാൻ പോണത് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക് വർദ്ധിപ്പിക്കാൻ. ഇഷ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളെ തടിയല്ലെങ്കിൽ നമ്മളെ മനസ്സ് എത്തുള്ളൂ. അപ്പോൾ സൂഫിയാക്കളായ മഹാന്മാർ പറയേണ്ടത് റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്തുകൾ അധികരിപ്പിക്കാൻ. ഒരു സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ 40 നന്മയാണ്. 10 നന്മ അവന് എഴുതപ്പെടും, 10 തിന്മ മായ്ക്കപ്പെടും, 10 റഹ്മത്ത് അവനിലേക്ക് ചൊരിയും, 10 ദർജ അവന് ഉയരും. അപ്പോൾ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവർ ഇത് ചെയ്യുമ്പോൾ എന്താവും, കൂടുതൽ റസൂലുള്ളാഹിനോട് ഇഷ്ക് കൂടുള്ളൂ. പക്ഷെ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അലർജിയുള്ള ആളുകളുണ്ട്. എനിക്ക് പൊതുവെ എന്താണ്, ഒരു ബാഹ്യമായിട്ട് ഉള്ള നല്ലതുണ്ടാവും, പക്ഷെ റസൂലുള്ളാഹിനെ കുറിച്ച് പറയുമ്പോഴോ ആ ഇഷ്കിനെ കുറിച്ച് പറയുമ്പോഴോ ചില ആളുകൾക്കൊരു അസ്വസ്ഥത നേരിടാനുണ്ട്. അതൊന്നല്ല, അത് പൈശാചിക. അപ്പോൾ നമ്മളതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മളെന്താവാ, നമ്മളെ ഗുരുവാണ്, നമ്മളെ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന അള്ളാഹുവിൻ്റെ റസൂലുമാണ്. ഈ റസൂലുള്ള ഇല്ലാതെ എന്താകാൻ കഴിയില്ല. ഏകമായ അള്ളാഹുവിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഏകമായ ഒരു വഴിയെ അള്ളാഹ് വെച്ചിട്ടുള്ളത് മുഹമ്മദ് റസൂൽ.